അമ്മേ, സർജറി അല്ലാതെ ഇനി വഴിയൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അമ്മയുടെ പ്രമേഹം കാരണം റിസ്ക് കൂടുതലാണെന്നും അവർ പറയുന്നു. വേണ്ട മോനെ, ഇനിയും ഒരു സർജറി എനിക്ക് വേണ്ട. എന്റെ ജീവിതം ഇങ്ങനാക്കിയത് തന്നെ അതാണ്. ഒരു കണ്ണിന്റെ കാഴ്ചയും ഗർഭപാത്രവും ഞാൻ നഷ്ടപ്പെടുത്തി. ഈ വയറുവേദന ഞാൻ സഹിച്ചോളാം. സർജറി എന്ന പേരിൽ ഇനി എനിക്ക് നഷ്ടങ്ങൾ സഹിക്കാൻ വയ്യ. അമ്മ വിഷമിക്കരുത്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കില്ല. അമ്മയുടെ ഈ അസുഖം മാറാൻ ഞാൻ ഏതറ്റം വരെയും പോവും. മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുന്നു എന്നുള്ളതാണ് അക്യുപങ്ക്ചറിന്റെ വലിയ പ്രത്യേകത നമ്മൾ കാണേണ്ടത്. കാരണം അക്യുപങ്ക്ചർ ഒരു മരുന്നില്ലാത്ത ചികിത്സയാണ്. ദൈവമേ, ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ തന്ന ഉത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ തന്നെ അമ്മയുമായി പോവണം. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പ്രയാസം മാറിക്കോളും. ഇത് മാറാൻ കീറി മുറിക്കുകയോ മരുന്നെന്ന് വിളിക്കുന്ന രാസവിഷം കഴിക്കുകയോ ഒന്നും വേണ്ട. ആഴ്ചയിലൊരിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇങ്ങോട്ട് വരണം. ഒപ്പം ഞാൻ അമ്മയെ ഒരു ചിട്ടയായ ജീവിതക്രമവും പഠിപ്പിക്കാം. അതും പാലിക്കുക. എല്ലാം ശരിയാവും കേട്ടോ. സാറേ, എന്റെ എല്ലാ വേദനകളും മാറി. ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ പ്രയാസം മാറുമെന്നോ മരുന്നുകളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. രോഗം മാറ്റിയത് അമ്മയുടെ ശരീരം സ്വയമാണ്. ആ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമാണ് എന്റെ ചികിത്സ ചെയ്തത്. സാറേ, ഈ അത്ഭുത ചികിത്സ എന്റെ മോനെയും പഠിപ്പിക്കാമോ? അവനും സാറിനെ പോലെ ഒരുപാട് പേർക്ക് ആശ്വാസം നൽകാൻ കഴിയണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായും. അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത മോനുണ്ടെങ്കിൽ അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ അടുത്ത വർഷ ബാച്ചിൽ പഠിക്കട്ടെ. അമ്മയും മോനും എവിടെന്നാ വരുന്നേ? ചേച്ചി ഒന്നുകൂടി ഹെൽത്തി ആയ പോലുണ്ടല്ലോ. മോളെ, ഞങ്ങൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്തു വരികയാണ്. ഡോക്ടർമാർ സർജറി നിർദ്ദേശിച്ച എന്റെ അസുഖം അവരൊരു മരുന്നുമില്ലാതെ മാറ്റിത്തന്നു. അവിടത്തെ ചികിത്സയാൽ എന്നെപ്പോലെ ആയിരങ്ങൾ മാരക രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്നും ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു ചികിത്സയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മ ഇത്രയും വേദന അനുഭവിച്ച് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരില്ലായിരുന്നു. വെറും ഒരു വ്രണവുമായി ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് നടന്നുപോയ എന്റെ അമ്മ ജീവശവമായാണ് തിരിച്ചു വന്നത്. ലക്ഷങ്ങൾ തട്ടിയെടുത്തതും പോരാതെ പല മരുന്നുകളും പരീക്ഷിച്ച് അവരെന്റെ അമ്മയെ ഇല്ലാണ്ടാക്കി. വിഷമിക്കരുത് മോളെ. ഇനി ആർക്കും നാട്ടിൽ ഈ ഗതി വരരുത്. മോളും എന്റെ മോനെ പോലെ അക്യുപഞ്ചർ പഠിക്കാൻ ശ്രമിക്കൂ. അതെ ചേച്ചി, ഞാൻ അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ മൊത്തം പ്രവർത്തിക്കുന്ന അക്യുപഞ്ചർ അക്കാദമിയാണിത്. മാത്രവുമല്ല, പഠിച്ചിറങ്ങിയാൽ ഇന്ത്യൻ ആക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ഭാഗവുമാവാം നമുക്ക്. സമൂഹത്തിലേക്ക് ആരോഗ്യത്തിന്റെ വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെ സിംഗിൾ പോയിന്റ് ആക്യുപങ്ക്ചർ പഠിച്ച ഒരു കൂട്ടം അക്യുപഞ്ചറിസ്റ്റുകളുടെ ശക്തമായ സംഘടനയാണത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇനി മുതൽ ഞാനുമുണ്ട്. നമുക്ക് ഈ ലക്ഷ്യത്തിലോട്ട് ഒരുമിച്ച് നീങ്ങാം. നിങ്ങളിപ്പോൾ കണ്ട കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല. കാരണം ഇതെന്റെ ജീവിതാനുഭവമാണ്. ഞാൻ അക്യുപഞ്ചർ പ്രാക്ടീഷണർ ലിജീഷ്. കഥ ഇവിടെ അവസാനിച്ചു എന്ന് കരുതിയോ? ഒരിക്കലുമില്ല. അല്ലെങ്കിലും അക്യുപഞ്ചർ ജീവിതാനുഭവ കഥകൾക്ക് അവസാനമുണ്ടാവുമോ? നാം ഓരോരുത്തരും സ്വന്തം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ സത്യമാണ് അക്യുപഞ്ചർ. വരൂ, നാം തിരിച്ചറിഞ്ഞ ഈ സത്യത്തെ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അറിവില്ലായ്മയുടെ അന്ധകാരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് വെളിച്ചം പകരാം.